ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലെ സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നൊരു സംഭവബഹുലമായ ദിവസമായിരുന്നു ഗൈസ്. മഴ പെരുത്ത മഴയായിരുന്നു ഗൈസ്. ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ സേഫ് ആണോ? ഞങ്ങളിവിടെ വെള്ളം കയറാനായിട്ടുണ്ട്. ഞങ്ങളവിടെ ഉള്ള പുഴ തൊട്ടില്ല എന്നുള്ളതിൽ നിൽക്കുകയാണ്. അപ്പം ഇന്നോ നാളെ എന്തായാലും കയറും, ഉറപ്പാണ് ഗൈസ്. അപ്പൊ എന്തായാലും ആ വീഡിയോ ഇട്ടുണ്ട്. എല്ലാവരും സേഫായിട്ട് നിൽക്കുക, സേഫായിട്ട് സ്ഥലത്തേക്കൊക്കെ മാറുക. അപ്പൊ ഗൈസ്, ഇന്ന് വന്നതിന്റെ പ്രധാന ലക്ഷ്യം ശ്രീമുക്ക് ബുഗാട്ടിയോ അങ്ങനെ എന്തോ പറയുന്ന സാധനത്തിന്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷേ അവിടെ സ്റ്റഡ് കുത്താൻ പോവുകയാണ്, അങ്ങനെ പറയാം. അതായിരിക്കും കുറച്ചും കൂടെ ലളിതം. അങ്ങനെ ഗൈസ്, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെയാണ് കുത്തേണ്ടത്, ഇവിടെയാണ് കുത്തേണ്ടത്. കുറേ ഞങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരുന്നു. പിന്നെ ഏട്ടൻ വന്ന് കുത്താൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. കാരണം അവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോയി പോകുന്നതാണ് പറയുന്നത്. അപ്പം കഷ്ടപ്പെട്ട് ഞങ്ങൾ പിന്നെ അവിടെ കുറെ ഏട്ടനോട് കഷ്ടപ്പെട്ട് പറഞ്ഞ് ആ ഏട്ടൻ ഒരു വിധത്തിൽ അവൾ അടിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ അവർക്ക് ടെൻഷനൊക്കെ പോയി എന്നാണ് തോന്നുന്നത്. കുറെ നേരം നല്ല പിന്നെ പ്രതീക്ഷിക്കാതെ വീണ്ടും അയാൾ അടി കൂടെ കുത്താന്ന് പറഞ്ഞു. അങ്ങനെ അടി കൂടെ കുത്തുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു അത്ര ഞാൻ അവളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുന്നതും പേടിയാണ് ഗൈസ്. ഒരു മൂക്കുത്തി കുത്തിയത് തന്നെ എനിക്ക് എങ്ങനെയാ, ഞാൻ സ്വർക്കത്തിൽ പോയി വന്നോന്ന് തന്നെ എനിക്കറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ഇപ്പോഴും നിങ്ങൾ കുത്തി അതാ. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര എക്സ്പ്രഷൻ അവയ്ക്കില്ലായിരുന്നു. ഞാൻ കരഞ്ഞു മെഴുകിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒന്നിന് മതിയോ? സിമോളെ മുട്ടി അവിടെ ഇതാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെയാണ് ഗൈസ്, ആ വേദന കണ്ടപ്പോ ശരിക്കും ഗൈസ് എന്റെ കിളിയാണ് പാറിയത്. എനിക്കായിരുന്നു വേദന ഫുള്ള് എടുത്തത്. എന്താണെന്നറിയില്ല, ഞാൻ എന്തൊക്കെ മുള്ളിലട്ടം നിൽക്കുന്ന മാതിരിയായിരുന്നു. എന്താ വെച്ചാൽ നേരിട്ട് ഞാൻ ഒരാൾക്ക് ഇങ്ങനെ കുത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. എൻ്റെ അത് കുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ഒരാളെ പെയിൻ കാണുന്നത് ഇങ്ങനെ ആദ്യമായിട്ട്. മറ്റേത് ഞങ്ങൾ വർത്താനത്തിലായതിനെ കൊണ്ട് അവള് കുത്തിയത് പെട്ടെന്നായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുത്തിയതായിരുന്നു ഗൈസ്. കുത്തി ഗൈസ്, വേദന കൊണ്ട് പൊളയുന്ന ശ്രീമോളെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അതിന്റെ ആ ഒരു വേദന മറക്കാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീമും ലേസും പിന്നെ കുറച്ച് മുട്ടായികളും ലിച്ചിയും ഒക്കെ കുടിച്ചു ഗൈസ്. ഈ തണുപ്പത്ത് അതൊക്കെ കഴിക്കുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ മഴയത്ത് കുറെ നടന്നു. പിന്നെ മഴ നനഞ്ഞു ഞങ്ങൾ. പിന്നെ അക്കുവിന്റെ കുറെ മൊണാൾട്ട് ഡാൻസുകളും ഷോകളും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? ഞങ്ങൾ മാത്രമേ ഉള്ളൂ റോഡില്. പിന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ, ഞാൻ വീണ്ടും അതാ പറയുന്നത്. പിന്നെ വീട്ടിൽ നനഞ്ഞു കുളിച്ച് കോഴീനമായി ചെന്നപ്പോ അമ്മയോട് കുറെ ചീത്ത കേട്ട് പിന്നെ വേഗം അവിടെ വന്നപ്പോ കപ്പപ്പുഴുക്കുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഇത്രയുള്ള ബൈ ബൈ, സീ യു.